നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക്, മൾട്ടി ബ്രാൻഡഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ, ഓപ്പോസിറ്റ് SBI ബാങ്ക്, കിഴക്കേതല, കരുവാരുകുണ്ട്. ബ്രാഞ്ച് പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുളായി, എടക്കര. നിലമ്പൂരിൽ LDF-നെ പിന്തുണയ്ക്കുമെന്ന് അഖില ഭാരത ഹിന്ദു മഹാസഭ. LDF വിജയം കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് ഹിന്ദു മഹാസഭ സംസ്ഥാന അധ്യക്ഷൻ സ്വാമി ദത്താത്രേയ സായി സ്വരൂപനാഥ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അഖില ഭാരത ഹിന്ദു മഹാസഭ സ്ഥാനാർത്ഥിയെ നിർത്തുകയോ പിൻവലിക്കുകയോ ചെയ്തിട്ടില്ല. LDF M സ്വരാജിന് പിന്തുണ പ്രഖ്യാപിച്ചു. LDF വിജയം കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് സംസ്ഥാന അധ്യക്ഷൻ സ്വാമി ദത്താത്രേയ സായി സ്വരൂപനാഥ് നിലമ്പൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിൽ പിണറായി സർക്കാർ വികസനത്തിന്റെ തേരോട്ടം നടത്തുകയാണ്. LDF തുടർഭരണം ഉണ്ടാകുമെന്നും ജനം അത് ആഗ്രഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വർഗീയ ലഹളകളില്ലാത്ത സംസ്ഥാനമാണ് കേരളം. മതേതര രാജ്യമായ ഇന്ത്യയിൽ മതേതര കക്ഷികൾ അധികാരത്തിലെത്തണമെന്നും കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി തന്നെയാണ് നിലമ്പൂരിൽ ജയിച്ചു വരേണ്ടതെന്നും കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും ഹിന്ദു മഹാസഭ അഭിപ്രായപ്പെട്ടു. പിണറായി സർക്കാരിന്റെ സഹായഹസ്തം എല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ കേരളം ഒന്നാം സ്ഥാനത്ത് തന്നെയെന്ന് സ്വാമി ദത്താത്രേയ സായി സ്വരൂപനാഥ് പറഞ്ഞു. പിന്തുണച്ച ഭരണം വരേണ്ടത് നാടിന്റെ ആവശ്യമാണ്. കാരണം വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം വർഗീയ വിഷയങ്ങളോ വർഗീയ കലാപങ്ങളോ ഇല്ലാത്ത 10 വർഷം. കാരണം അത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതും കൂടിയാണ്. കാരണം നാടിന്റെ ആവശ്യം ആണ് വികസന പ്രവർത്തനം. അതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടും അത് ഹൈവേ ആയാലും മറ്റ് പ്രവർത്തനങ്ങളായാലും എല്ലാം നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതെല്ലാം ആവശ്യമാണ്. അതുകൊണ്ടാണ് അഖില ഭാരത ഹിന്ദു മഹാസഭ LDF-ന്റെ കൂടെ നിൽക്കുന്നതും അതിന് പിന്തുണ നൽകുന്നത്. പിന്നെ ഇവിടെ ഒരു തോക്കുസ്വാമി എന്ന ഹിമവൽ ഭദ്രാനന്ദ ഇവിടെ വന്ന് പ്രസ്താവനകൾ നടത്തുകയും ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റാണെന്ന് വേജേന ഇവിടെ എല്ലാം പ്രചരിപ്പിക്കുകയും ഹിന്ദു മഹാസഭയ്ക്ക് അപമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ മറ്റു സംഘടനകളെല്ലാം ചീത്ത വിളിച്ചുകൊണ്ടും അധിക്ഷേപിച്ചുകൊണ്ടും ലീഗിന് ഉൾപ്പെടെ ഇവിടെ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകണം എന്ന തരത്തിൽ പ്രസ്താവന നടത്തിയ ഹിമവൽ ഭദ്രാനന്ദയ്ക്കെതിരായിട്ട് നിലവിൽ എല്ലാ മുഖ്യമന്ത്രി, DGP ഉൾപ്പെടെ മനുഷ്യാവകാശ കമ്മീഷൻ, അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ എല്ലാ പേർക്കും കേസ് കൊടുത്തിട്ടുള്ളത്, കേസ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹിന്ദു മഹാസഭയുടെ ഔദ്യോഗിക കോടതി ഉൾപ്പെടെ ഇവിടെ നമുക്കാണ് ഓർഡർ ഉള്ളത് ഹിന്ദു മഹാസഭയുടെ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട്. അല്ലാതെ ഈ പറയുന്ന ഹിമവൽ ഭദ്രാനന്ദന് ഹിന്ദു മഹാസഭയായിട്ട് യാതൊരു ബന്ധവുമില്ല. നിലവിൽ കേരള സർക്കാർ തുടർന്നുവരുന്ന വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്കായി LDF സ്ഥാനാർത്ഥി M സ്വരാജ് ജയിച്ചു വരേണ്ടത് നിലമ്പൂരിന്റെ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ഹിന്ദു മഹാസഭ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പ്രകാശൻ വള്ളിക്കുന്ന്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുനിൽ KS ചേർത്തല എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.